പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവ 2 രൂപ കൂട്ടി. ഗാർഹിക പാചകവാതക സിലിണ്ടറിന് 50 രൂപ വർദ്ധിപ്പിച്ചു. കൊയ്തെടുത്ത നെല്ല് കൊണ്ടുപോകാതെ മില്ലുകാർ പുല്ലഴിയിലെ കോൾ കർഷകരെ സമ്മർദ്ദത്തിലാക്കുന്നതായി പരാതി. കൊയ്ത്ത് നടക്കുന്നതിനാൽ മഴഭീതിയും കർഷകരെ ആശങ്കയിലാക്കുന്നു. ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണം സംബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും എതിർകക്ഷികൾക്കുമാണ് നോട്ടീസ് അയച്ചത്. ആറാട്ടുപുഴ തറയ്ക്കൽ പൂരം ചൊവ്വാഴ്ച. ആറാട്ടുപുഴ പൂരം സുരക്ഷാ ഡ്യൂട്ടിക്ക് 1200ഓളം പോലീസുകാരെ വിന്യസിക്കും. പിടിക്കപ്പറമ്പ് ആനയോട്ടത്തിൽ 12ഓളം ഗജവീരന്മാർ അണിനിരക്കും. ഇടിമിന്നലിൽ മുണ്ടൂർ പഴമുക്കിൽ പരക്കെ നാശം. 5ഓളം വീടുകളിലെ ഗൃഹോപകരണങ്ങൾ കത്തിനശിച്ചു. മുല്ലശ്ശേരി താണവീഥിയിൽ മരത്തിന്റെ കൊമ്പൊടിഞ്ഞ് ഓട്ടോറിക്ഷയുടെ മുകളിൽ വീണു. വാർത്തകൾ വിശദമായി. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ലിറ്ററിന് 2 രൂപയാണ് കൂട്ടിയത്. അതേസമയം എക്സൈസ് ഡ്യൂട്ടിയിലുള്ള വർധനവ് ചില്ലറ വിൽപ്പന വിലയെ ബാധിക്കില്ലെന്ന് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. വർദ്ധിപ്പിച്ച എക്സൈസ് ഡ്യൂട്ടി രാജ്യാന്തര എണ്ണവിലയിലുണ്ടായ കുറവുമായി പൊരുത്തപ്പെടുന്നതിനാലാണ് ചില്ലറ വിലയെ ബാധിക്കാത്തത്. എണ്ണവില വർദ്ധിക്കില്ലെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുറവിന്റെ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് ലഭിക്കാനുള്ള സാഹചര്യമാണ് എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയതിലൂടെ ഇല്ലാതായത്. ഗാർഹിക പാചകവാതക വില കൂട്ടി. സിലിണ്ടറിന് 50 രൂപയാണ് വർദ്ധിപ്പിച്ചത്. പ്രധാനമന്ത്രി ഉജ്ജ്വല പദ്ധതി പ്രകാരമുള്ള LPG വിലയിലും 50 രൂപ കൂടും. ഇനി മുതൽ 2 ആഴ്ചയിലൊരിക്കൽ LPG വില പുനഃപരിശോധിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. കൊയ്തെടുത്ത നെല്ല് കൊണ്ടുപോകാതെ മില്ലുകാർ പുല്ലഴിയിലെ കോൾ കർഷകരെ സമ്മർദ്ദത്തിലാക്കുന്നതായി പരാതി. കൊയ്ത്ത് നടക്കുന്നതിനാൽ മഴഭീതിയും നെൽകർഷകരെ ആശങ്കയിലാക്കുന്നു. 750 ഏക്കറോളം വരുന്ന പുല്ലഴി കോൾ പടവിലെ 650ഓളം കർഷകരാണ് മില്ലുകാരുടെ ചൂഷണത്തിന് ഇരയാകുന്നത്. കൃഷിവകുപ്പും സപ്ലൈകോയും ഇടപെടലുകൾ നടത്താത്തതാണ് ഇത്തരം ചൂഷണത്തിന് കർഷകർ ഇരയാകാൻ കാരണം. സപ്ലൈകോ വഴിയാണ് മില്ലുകാർ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുന്നത് എങ്കിലും വിവിധ കാരണങ്ങൾ പറഞ്ഞ് കൂടുതൽ കിഴിവ് ആവശ്യപ്പെട്ട് കർഷകരെ സമ്മർദ്ദത്തിലാക്കി നെല്ല് കൊണ്ടുപോകാതെ ചൂഷണം ചെയ്യുകയാണ്. സപ്ലൈകോ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങളൊന്നും മില്ലുകാർ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം MLA അടക്കമുള്ളവർ ഇടപെട്ടതിനെ തുടർന്ന് 5 ലോഡ് നെല്ല് കൊണ്ടുപോയി. പാടത്തെ പകുതി കൊയ്ത്ത് മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. ഇതിനിടയിൽ മഴ മുന്നറിയിപ്പും കൂടി വന്നതോടെ കർഷകർ ആശങ്കയിലാണ്. കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാർ കൂട്ടായ ഇടപെടലുകൾ നടത്തി എത്രയും പെട്ടെന്ന് നെല്ല് കൊണ്ടുപോകാനുള്ള സംവിധാനമൊരുക്കണമെന്ന് പുല്ലഴി കോൾ കർഷക സംഘം പ്രസിഡന്റ് കൊളങ്ങാട്ട് ഗോപിനാഥൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് കമ്പനികളെ ലോട്ടറി ചെയ്തുകൊണ്ട് ഞങ്ങളെ ഈ നെല്ല് ഇവിടുത്തെ കൊയ്തിരിക്കുന്ന നെല്ല് മാറ്റണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്നും സപ്ലൈകോൻ്റെ ഉദ്യോഗസ്ഥ മേഡം ഇവിടെ വന്ന് ഞങ്ങളോട് സഹകരിച്ച് ഞങ്ങളോട് സംസാരിച്ചു. ജില്ലാ കൃഷി ഓഫീസറും ADയും ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഈ മഴ ഭയങ്കര ഭയപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇന്നലെ പെയ്ത മഴ ഞങ്ങൾക്ക് അത്ര ബാധിച്ചില്ല. എങ്കിലും കൊയ്യാനുള്ളത് ഇനി കൊയ്തെടുക്കുന്നത് വരെയും കർഷകൻ്റെ വയറ് തീ കത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഈ ഭരണകൂടം ഇടപെട്ട് ഇവിടുത്തെ നെല്ല് ഏതെങ്കിലും കമ്പനിക്കാരെ ഏൽപ്പിച്ചുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ഒരു സങ്കടകരമാകാത്ത രീതിയിൽ ധൈര്യം തരാൻ വീണ്ടും വീണ്ടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നെല്ലിലെ പതിരെല്ലാം നീക്കി നൽകിയിട്ടും ഇനിയും കൂടുതൽ കിഴിവ് ആവശ്യപ്പെട്ടാണ് നെല്ല് കൊണ്ടുപോകാതെ കിടക്കുന്നത്. കൊയ്തെടുത്ത 12 ലോഡോളം നെല്ല് സംഭരണ കേന്ദ്രത്തിൽ കെട്ടിക്കിടക്കുകയാണ്. വല്ലപ്പോഴും ഓരോ ലോഡ് നെല്ല് മാത്രമാണ് ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത്. ഇത്തവണ നെല്ലിന്റെ വിളവ് മോശമായതും കർഷകരെ കൂടുതൽ ദുരിതത്തിലാക്കി. ന്യൂസ് ഡെസ്ക് TCV. ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണം സംബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും എതിർകക്ഷിക്കുമാണ് നോട്ടീസ് അയച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകിയ ഹർജി തിരുവമ്പാടി ദേവസ്വം ഉൾപ്പെടെ നൽകിയ മറ്റ് ഹർജികൾക്കൊപ്പം കേൾക്കുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. കൊച്ചിൻ ദേവസ്വത്തിനു വേണ്ടി സീനിയർ അഭിഭാഷകരായ PV ദിനേശ്, PS സുധീർ എന്നിവർ കോടതിയിൽ ഹാജരായി. പ്രസിദ്ധമായ ആറാട്ടുപുഴ തറയ്ക്കൽ പൂരം ചൊവ്വാഴ്ച ആഘോഷിക്കും. വൈകിട്ട് 6:30 9 ആനകൾ അണിനിരക്കുന്ന പൂരത്തിന് കൊമ്പൻ തെച്ചുകൂട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പേറ്റും. പെരുവനം കുട്ടന്മാരാർ നയിക്കുന്ന പാണ്ടിമേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. പിടിക്കപ്പറമ്പ് ആനയോട്ടവും ചൊവ്വാഴ്ച നടക്കും. തിങ്കളാഴ്ച പുലർച്ചെ നടന്ന പെരുവനം പൂരം മേള പെരുമഴയായാണ് പെയ്തിറങ്ങിയത്.
പാണ്ടിമേളവും പഞ്ചാരിയും പഞ്ചവാദ്യവുമെല്ലാം ആവേശത്തിരയിളക്കി മേളപ്രേമികളുടെ മനം കവർന്നു. ആറാട്ടുപുഴ പൂരത്തിനായി സ്വന്തം പള്ളിയോടത്തിൽ തൃപ്രയാർ തേവർ പുഴ കടന്നു. രാമനാമവും ശംഖുനാദവും അകമ്പടിയായി. ആറാട്ടുപുഴ പൂരത്തിന്റെ നായകനായ തേവർ കിഴക്കേക്കരയിലെ ഗ്രാമപ്രദക്ഷിണത്തിനാണ് പള്ളിയോടത്തിൽ പുഴ കടന്നത്. ഇനി 3 നാൾ തേവർ കിഴക്കേക്കരയിലെ ഭക്തർക്കടുത്തെത്തും. പടിഞ്ഞാറേക്കരയിലെ ഗ്രാമപ്രദക്ഷിണം പൂർത്തിയാക്കിയാണ് തേവർ കിഴക്കേക്കരയിലേക്ക് എഴുന്നള്ളിയത്. നിയമവെടിക്ക് ശേഷമാണ് തേവർ പുഴ കടന്നത്. തേവരുടെ തിടമ്പുള്ള കോലം തൃക്കോൽ ശാന്തി രതീഷ് എമ്പ്രാന്തിരി പള്ളിയോടത്തിലെ ചേങ്ങിലയിൽ എഴുന്നള്ളിച്ചു വെച്ചു. കുത്തുവിളക്കിന്റെ ശോഭയിൽ തേവർ യാത്രയായി. ഇരുകരകളിൽ നിന്നും നാമജപവും ശംഖുനാദവും ഉയർന്നപ്പോൾ പള്ളിയോടം നീങ്ങി. കിഴക്കേക്കരയിൽ എത്തിയ തേവരെ ചിരാതുകളും നിലവിളക്കുകളും വൈദ്യുത ദീപങ്ങളും ഒരുക്കി വരവേറ്റു. ആറാട്ടുപുഴ പൂരത്തിന് പോലീസ് കർശന സുരക്ഷ ഒരുക്കും. ക്രമസമാധാന പാലനത്തിനായി 1200ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. പൂരത്തോടനുബന്ധിച്ച് വിവിധ ദേശങ്ങളിൽ നിന്നുമെത്തുന്ന ആനപ്പൂരങ്ങളുടെ വരവും തിരക്ക് നിയന്ത്രണാതീതമാകുന്ന സ്ഥലങ്ങളും സമയവും വിലയിരുത്തിയും കൃത്യമായ സുരക്ഷാ സംവിധാനമാണ് ഇത്തവണ തൃശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്ര പരിസരത്ത് ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്തും. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ അധികമായി നിയോഗിക്കും. വാഹന പാർക്കിങ്ങിന് പ്രത്യേകമായി സ്ഥലങ്ങൾ കണ്ടെത്തി സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. സ്ഥിരം കുറ്റവാളികളെ നിരീക്ഷിക്കാനും അനധികൃത മദ്യവിൽപ്പന, ലഹരി വിപണനം എന്നിവ തടയാനും മഫ്തി പോലീസിനെയും നിയോഗിക്കും. മുണ്ടൂരിൽ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ഇടിമിന്നലിൽ വീടുകളിലെ ഗൃഹോപകരണങ്ങൾ കത്തിനശിച്ചു. 5ഓളം വീടുകളിലെ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളും ഗൃഹോപകരണങ്ങളും പൂർണ്ണമായും നശിച്ചു. ഉറുവിൽ വീട്ടിൽ ഭവ്യന്റെ വീട്ടിലെ ഭൂരിഭാഗം ഉപകരണങ്ങളും കത്തിനശിച്ചു. സ്വിച്ച് ബോർഡുകളും ലൈറ്റുകളും പൊട്ടിത്തെറിച്ചതോടെ വീട്ടുകാർ ഭയന്ന് പുറത്തേക്കോടി. സമീപത്തെ പാറപ്പുറത്ത് വീട്ടിൽ ശ്രീധരന്റെ ഇൻവെർട്ടറും ലൈറ്റുകളും, കൊള്ളന്നൂർ തറയിൽ വീട്ടിൽ സിൻഡോയുടെ ഇൻവെർട്ടർ, ഫാൻ, ലൈറ്റ് എന്നിവയും കത്തിനശിച്ചു. സമീപത്തെ 2 വീടുകളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുല്ലശ്ശേരി താണവീഥിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മാവിന്റെ കൊമ്പ് ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് ഒടിഞ്ഞു വീണു. പുതുശ്ശേരി അജിത്തിന്റെ ഓട്ടോറിക്ഷയുടെ മുകളിലേക്കാണ് മാവിൻ കൊമ്പ് വീണത്. അപകടത്തിൽ സ്റ്റേഷനറി സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ ഓട്ടോറിക്ഷയിൽ താണവീഥിയിൽ എത്തിയ അജിത്തിന് നിസാര പരിക്കേറ്റു. മരക്കൊമ്പ് ഒടിഞ്ഞു വീണതിനെ തുടർന്ന് 5 വൈദ്യുതി തൂണുകളും തകർന്നു വീണു. ഇതുവഴിയുള്ള ഗതാഗതവും വൈദ്യുതി ബന്ധവും ഏറെ നേരത്തേക്ക് തടസ്സപ്പെട്ടു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ്, വൈസ് പ്രസിഡന്റ് KP ആലി, KCB അധികൃതർ, ഗുരുവായൂർ ഫയർഫോഴ്സ്, പാവറട്ടി പോലീസ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്കുള്ള സൗജന്യ ടോൾ നിരക്ക് സംബന്ധിച്ച വിഷയത്തിൽ തീരുമാനമായി. 7.5 മുതൽ 9.4 കിലോമീറ്റർ ചുറ്റളവിൽ പ്രധാന കേന്ദ്രങ്ങൾ ഏകോപിപ്പിച്ച് പരിധി നിശ്ചയിച്ചു. ഈ പരിധിയിൽ വരുന്നവർക്ക് സൗജന്യ യാത്ര അനുവദിക്കും. ഇവർക്ക് രേഖകൾ ടോൾ പ്ലാസയിൽ സമർപ്പിക്കാം. ഇതിന് പുറത്ത് 20 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് 350 രൂപ മാസം പാസ് എടുത്ത് യാത്ര ചെയ്യാം. സർവകക്ഷി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. തൃശൂർ കൂർക്കഞ്ചേരി കുറുപ്പം റോഡിലെ 3ാം ഘട്ട കോൺക്രീറ്റിംഗ് പൂർത്തിയായി. വെളിയന്നൂർ മുതൽ ചെട്ടിയങ്ങാടി വരെയുള്ള ഭാഗം മേയർ MK വർഗീസ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. വെളിയന്നൂർ മുതൽ ചെട്ടിയങ്ങാടി വരെയുള്ള ഭാഗം പഴയ പോലെ വൺ വേ ആയി. ഇതോടെ ദിവാഞ്ചിമൂല ഭാഗത്തു നിന്ന് ശക്തൻ സ്റ്റാൻഡ്, കൊക്കാലെ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് പഴയപടി ഗതാഗതം നടത്താനാകും. 3 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നാണ് ഞങ്ങളുടെ തീരുമാനമായിരുന്നത്.
അതിൻ്റെ ചെട്ടിയങ്ങാടി ജംഗ്ഷനിലെ മൂന്നാമത്തെ ഘട്ടം എത്തി നിൽക്കുകയാണ്. ടൈൽസ് ഒരു വശം വിരിച്ചു കഴിഞ്ഞു. 2-3 ദിവസത്തിനുള്ളിൽ ബാക്കിയുള്ള സ്ഥലത്തും കൂടി ഇത് വിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഇത് പൂർണ്ണമായി തുറന്നു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. വളരെയധികം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സുഗമമായി ഇനി മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽപ്പുണ്ട്. എന്തായാലും ഇത് അതിവിദൂരമല്ലാതെ തന്നെ പൂർത്തീകരിച്ച് നമ്മളിത് സമർപ്പിക്കും. KSRTC സ്റ്റാൻഡിന് മുൻഭാഗത്തെ റോഡ് ഇനി മുതൽ പഴയ രീതിയിൽ വൺ വേ ആകും. തൃശൂർ കോർപ്പറേഷൻ കുറുക്കഞ്ചേരി മുതൽ കുറുപ്പൻ റോഡിലൂടെ സ്വരാജ് റൗണ്ട് വരെ 10 കോടി രൂപ ചെലവഴിച്ചാണ് കോൺക്രീറ്റിംഗ് നടത്തി പുനർനിർമ്മിക്കുന്നത്. കുറുക്കഞ്ചേരി മുതൽ വെളിയന്നൂർ ജംഗ്ഷൻ വരെയുള്ള ഭാഗം നേരത്തെ ഗതാഗതത്തിനായി തുറന്നു നൽകിയിരുന്നു. ഏതാനും ദിവസത്തിനുള്ളിൽ ചെട്ടിയങ്ങാടി ജംഗ്ഷനിലെ അവശേഷിക്കുന്ന അല്പം സ്ഥലത്ത് ടൈൽ വിരിക്കൽ കഴിയുന്നതോടെ ഇതിനകം കോൺക്രീറ്റിംഗ് പൂർത്തിയായിരിക്കുന്ന കുറുപ്പം റോഡ് ഗതാഗതത്തിന് തുറന്നു നൽകാനാകും. അതോടെ കുറുക്കഞ്ചേരിയിൽ നിന്ന് സ്വരാജ് റൗണ്ടിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും പൂർവ്വസ്ഥിതിയിലാകും. TCV ന്യൂസ്, തൃശൂർ. അന്തരിച്ച ചലച്ചിത്ര സംവിധായകനും നടനുമായിരുന്ന വാസുദേവൻ അന്തിക്കാടിന് നാടിന്റെ അന്ത്യാഞ്ജലി. ചലച്ചിത്ര സംവിധായകരായ സത്യൻ അന്തിക്കാട്, ഷൈജു അന്തിക്കാട്, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, ജോസ് വള്ളൂർ തുടങ്ങിയ നിരവധി പേർ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. ചെമ്മീൻ സിനിമയുടെ സഹസംവിധായകനായിരുന്നു. 1960കളിൽ മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്ന TK വാസുദേവൻ കലാസംവിധായകനും നർത്തകനുമായിരുന്നു. രാമു കാര്യാട്ട്, KS സേതുമാധവൻ തുടങ്ങിയ മുൻനിര സംവിധായകരോടൊപ്പം 100ഓളം സിനിമകളിൽ സംവിധാന സഹായിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. പണിതിരാത്തു വീട്, കന്യാകുമാരി, രമണൻ, മയിലാടും കുന്ന് തുടങ്ങിയ സിനിമകളിലും പ്രവർത്തിച്ചു. കൽപ്പാന്ത കാലത്തോളം എന്ന ഗാനം അദ്ദേഹത്തിന്റെ എന്റെ ഗ്രാമം എന്ന സിനിമയിലാണ്. MGR, കമലഹാസൻ, സത്യൻ, പ്രേം നസീർ, തകഴി, സലിൽ ചൗധരി, വയലാർ തുടങ്ങിയ പ്രഗത്ഭരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ബാംഗ്ലൂരിൽ തെളിവെടുപ്പിനിടെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട MDMA കേസിലെ പ്രതി മനക്കുടി സ്വദേശി ആൽവിൻ പോലീസ് പിടിയിലായി. പൊന്നാനിയിൽ വെച്ചാണ് പ്രതി പോലീസ് പിടിയിലായത്. സാഹസികമായാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ മാർച്ച് 29-നാണ് നെടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് പ്രതി രക്ഷപ്പെട്ടത്. ബാംഗ്ലൂരിലെ ഹോട്ടൽ മുറിയിൽ നിന്നാണ് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് പ്രതി രക്ഷപ്പെട്ടത്. നെടുപുഴയിലെ വാടക വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയതുമായി ബന്ധപ്പെട്ടാണ് ആൽവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പിന് കൊണ്ടുപോയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വേനൽ അവധിക്കാല ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് ഈ മാസം 15, 16, 19 തീയതികളിൽ VIP ദർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചു. ഇതോടെ 12 മുതൽ 20 വരെ തുടർച്ചയായ ദിവസങ്ങളിൽ സ്പെഷ്യൽ ദർശനങ്ങൾക്ക് ക്ഷേത്രത്തിൽ നിയന്ത്രണം വരും. ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനം 14-ന് പുലർച്ചെ 2:45 മുതൽ 3:45 വരെ നടത്തും. യോഗത്തിൽ ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, PC ദിനേശൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KP വിശ്വനാഥൻ, മനോജ് B നായർ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ പങ്കെടുത്തു. കൊരട്ടിയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച വയോധികൻ അറസ്റ്റിൽ. കൊരട്ടി മാമ്പ്ര സ്വദേശി ശങ്കരൻ കുന്നിൽ വീട്ടിൽ ജോഷിയെ ആണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ജോഷിയെ 2021-ൽ വയോധികയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനെ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ചാലക്കുടി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി 3 വർഷത്തേക്ക് ശിക്ഷിച്ചിരുന്നു. ഈ ശിക്ഷ അനുഭവിച്ചു വരവെ അപ്പീൽ ജാമ്യത്തിൽ ഇറങ്ങിയാണ് പ്രതി പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചത്. കണിക്കൊന്നയുടെ വർണ്ണശോഭ ഉണർത്തി ഒരു വിഷു കൂടി പടിവാതിൽക്കിലെത്തി നിൽക്കുകയാണ്. വിഷുവിശേഷങ്ങളുമായി ഇനി കണി കാണും നേരം. കാർഷിക സംസ്കാരത്തിന് പുത്തൻ ഉണർവേകി വീണ്ടും ഒരു വിഷുക്കാലം കൂടി. വിത്തും കൈക്കോട്ടുമെന്ന വിഷുപക്ഷിയുടെ കൊഞ്ചൽ കേട്ടുണരുന്ന മലയാളികളുടെ കാർഷികോത്സവം കൂടിയാണ് വിഷു. മുണ്ടകൻ വയൽക്കരെ മഴനൂലിറങ്ങുമ്പോൾ പിന്നെയും മേടത്തിന്റെ സൂര്യസംക്രമതേരിൽ പൊന്നണിഞ്ഞെത്തുന്നുവോ മണ്ണിന്റെ വിഷുക്കതിർ എന്ന് കവി പാടിയതുപോലെ മണ്ണിന്റെ മണവുമായി വീണ്ടുമൊരു വിഷുക്കാലം. മഞ്ഞയണിഞ്ഞ കൊന്നമരക്കൊമ്പിലിരുന്ന വിഷുപക്ഷി വിളിച്ചുണർത്തുകയാണ് മലയാണ്മയുടെ മണ്ണിനെ, മനസ്സിനെ, പ്രകൃതിയെ തന്നെയും. മലയാളിക്ക് വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ് വിഷു. അടുത്ത വാർഷിക വിളകൾക്കുള്ള തയ്യാറെടുപ്പിന്റെ കാലം. വിഷുവിന് പ്രധാനമായ പൊൻകണിയിൽ വരാനിരിക്കുന്ന ഒരു കൊല്ലത്തിന്റെ മുഴുവൻ പ്രതീക്ഷയാണ് ഒരുക്കുന്നത്.
നെടുവീർപ്പുകളുടെ ഒരാണ്ട് കഴിഞ്ഞ് പ്രതീക്ഷയുടെ വെളിച്ചവുമായി എത്തുന്ന പുത്തനാണ്ടിന് ഐശ്വര്യമേകാൻ കണിയായി ഒരുക്കുന്നതോ പ്രകൃതിയിലെ വിഭവങ്ങൾ. വിഷുക്കണിയും കൈനീട്ടവും മാത്രമല്ല, കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ആചാരങ്ങൾ ഇഴചേർന്ന് കിടക്കുന്ന ആഘോഷം കൂടിയാണ് മലയാളികൾക്ക് വിഷു. അതിനാൽ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് വിഷുവിന് ഒട്ടേറെ ആചാരങ്ങളും നിലനിന്നിരുന്നു. വിഷുച്ചാലു കീറൽ, വിഷുവിത, കൈക്കോട്ടുചാൽ എന്നിവയാണ് അതിൽ പ്രധാനം. വിഷു ദിവസം പാടത്ത് നടത്തുന്ന ഒരാചാരമാണ് വിഷുച്ചാലു കീറൽ. സാധാരണ വീടിന്റെ മുറ്റത്താണ് കൈക്കോട്ടുചാൽ ചടങ്ങ് നടത്തുക. പ്രാദേശികമായി ആചാരങ്ങളിലും പേരുകളിലും വ്യത്യാസം കണ്ടുവരുന്നുണ്ടെങ്കിലും മലയാളികൾക്ക് വിളവിറക്കലിന്റെ കാർഷികോത്സവമാണ് വിഷു. ഐതിഹ്യ പെരുമകൾ നിറഞ്ഞ കർക്കിടകത്തിലെ ദുർഘടം കഴിഞ്ഞുവരുന്ന മേടസംക്രാന്തിയിലെ വിഷു വരാനിരിക്കുന്ന നല്ല നാളുകളുടെ പ്രതീക്ഷ കൂടിയാണ്. കൾച്ചറൽ ഡെസ്ക്, TCV. വാർത്തകളിലേക്ക് വീണ്ടും. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ നിയന്ത്രണം വിട്ട വാൻ മതിലിലേക്ക് ഇടിച്ചു കയറി. ഡ്രൈവർക്ക് പരിക്ക്. വളവ് തിരിയുന്നതിനിടെ വാൻ നിയന്ത്രണം വിട്ട് പണിക്കാട്ടിൽ ഡോക്ടർ വിജയന്റെ വീട്ടുമതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. സമീപത്തെ വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. കയ്പമംഗലം കാളമുറിയിൽ കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ ഡിവൈഡറിൽ ഇടിച്ച് 4 പേർക്ക് പരിക്ക്. കാർ യാത്രക്കാരായ കണ്ണൂർ സ്വദേശികളായ മേരിക്കുട്ടി, ആന്റണി, ജോയൽ, കെവിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കൊടുങ്ങല്ലൂരിലെ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു കയറി. ആർക്കും പരിക്കില്ല. വലിയ അപകടമാണ് ഒഴിവായത്. മാള അമ്പഴക്കാട് ആടുകളെ കൂട്ടിൽ ചത്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ കുറുനരി ആക്രമണമാണെന്ന് സംശയിക്കുന്നു. സംഭവത്തിന് ശേഷം 2 ദിവസവും പുലർച്ചെ ആടുകളുടെ സമീപം കുറുനരികൾ കൂട്ടമായി എത്തിയെന്ന് ഉടമ ചേറ്റിപ്പറമ്പിൽ ഗോപി പറഞ്ഞു. ഗോപിയുടെ 6 ആടുകളെയാണ് വെള്ളിയാഴ്ച പുലർച്ചെ കൂട്ടിനുള്ളിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെ ആടിന്റെ കരച്ചിൽ കേട്ട് ഉണർന്ന് മുറ്റത്തിറങ്ങിയപ്പോൾ കൂട്ടമായി കുറുനരികളെ കണ്ടതായും ഗോപിയും ഭാര്യ മിനിയും പറഞ്ഞു. രാത്രി ഒരു 3 മണിയായപ്പോൾ ഈ ഒരു കൂട്ടം പട്ടികൾ, കുറുനരിയാണെന്നറിയില്ല, ചെറിയൊരു ഇതാണ്. അപ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ സംഭവത്തിൻ്റെ അന്നും 3 മണി സമയത്ത് വന്ന് പൊക്കം കുറഞ്ഞൊരു ഇതാണ്, പട്ടിയുടെ പോലെ തന്നെ. നല്ല ഉറപ്പിൽ ഒക്കെ അടച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു സാധനം കടക്കാത്ത രൂപത്തിലുള്ള 2 മുട്ടന്മാരിങ്ങുണ്ടല്ലോ, ആയിട്ടങ്ങളെ സുരക്ഷിതാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂട് ഒന്ന് ഇതാക്കിയേക്കണം. അതേസമയം ആടുകൾ ചത്ത സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇനിയും ലഭിച്ചിട്ടില്ല. കാപ്പ ചുമത്തി യുവാവിനെ 6 മാസത്തേക്ക് കരുതൽ തടങ്കലിലാക്കി. നിരവധി കൊലക്കേസുകളിലെയും കഞ്ചാവ് കേസിലെയും പ്രതിയായ ചെറുതുരുത്തി സ്വദേശി പാളയം കൂട്ടുകാരൻ വീട്ടിൽ ഷജീറിനെയാണ് കരുതൽ തടങ്കലിലാക്കിയത്. നിലവിൽ കൊലപാതക കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന സജീറിനെ വിയ്യൂർ ജയിലിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റിപ്പാർപ്പിക്കും. ചേർപ്പ് മുത്തുള്ളിയാൽ പാടത്ത് മധ്യവയസ്കയെ മർദ്ദിച്ച് താറാവുകളെ പിടിച്ചുകൊണ്ടുപോയ കുപ്രസിദ്ധ ഗുണ്ട അടക്കം 5 പേരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. മരത്താക്കര എളന്തുരുത്തി സ്വദേശി തെക്കേക്കര വീട്ടിൽ അമിത് ശങ്കർ, കാട്ടൂർ മുനയം സ്വദേശികളായ കൊളത്തുംകാട്ടിൽ വീട്ടിൽ ബാലു, മുണ്ടത്തിപ്പറമ്പിൽ വീട്ടിൽ അഭിജിത്ത്, കറുപറമ്പിൽ വീട്ടിൽ പ്രബിൻ, അയ്യന്തോൾ കാനാട്ടുകര സ്വദേശി ചൊരുത്തിക്കാട്ടിൽ വിജിൽ എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മധുരൈ സ്വദേശിയായ വള്ളിയമ്മയെ ആക്രമിച്ചാണ് 17 താറാവുകളെ കഴിഞ്ഞ ദിവസം പ്രതികൾ കാറിൽ കയറ്റി കൊണ്ടുപോയത്. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗ്രാമകം നാടക പുരസ്കാരം പ്രഖ്യാപിച്ചു. കൊല്ലം പെരിനാട് സ്വദേശി PJ ഉണ്ണികൃഷ്ണനാണ് ഇത്തവണ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. 11,111 രൂപയാണ് പുരസ്കാരം. നാടക നടൻ, സംവിധായകൻ, രചയിതാവ്, പരിശീലകൻ എന്നീ നിലകളിൽ 35 വർഷത്തിലേറെയായി നാടകരംഗത്ത് സജീവമാണ് ഉണ്ണികൃഷ്ണൻ.
ചൊവ്വാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. ദേശമംഗലം പൂങ്ങോട് അനധികൃത വാറ്റ് കേന്ദ്രം കണ്ടെത്തി വടക്കാഞ്ചേരി എക്സൈസ് സംഘം നശിപ്പിച്ചു. വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി നടത്തിയ വ്യാപക പരിശോധനയുടെ ഭാഗമായി പൂങ്ങോട് വനമേഖലയിൽ നിന്ന് ചാരായം വാറ്റുന്നതിനായി സൂക്ഷിച്ചിരുന്ന 250 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളുമാണ് നശിപ്പിച്ചത്. വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജീൻ സൈമണിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. പ്രവർത്തനരഹിതമായ പന്നിഫാമിന്റെ മറവിൽ വടക്കേച്ചോലയിലെ വെള്ളം ഉപയോഗിച്ചാണ് ചാരായം വാറ്റ് നടത്തിയിരുന്നതെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ MS സജി, MK ബിനു, PP കൃഷ്ണകുമാർ, V പ്രശാന്ത് തുടങ്ങിയവർ റെയ്ഡ് നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ മന്ത്രി KB ഗണേഷ് കുമാർ നടത്തിയ വിദ്വേഷ പരാമർശത്തിനെതിരെ പ്രതിഷേധവുമായി BJP. തൃശൂർ നഗരത്തിൽ പ്രകടനം നടത്തിയ BJP പ്രവർത്തകർ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ കോലം കത്തിച്ചു. പ്രതിഷേധത്തിന് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, A നാഗേഷ്, തൃശൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C മേനോൻ, തൃശൂർ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ കുമാർ അയനിക്കുന്നത്ത് എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിൽ മിന്നും വിജയം കരസ്ഥമാക്കി പെരിങ്ങാട് പുഴ വനവൽക്കരണവുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങളുടെ ആശങ്കകളും പരാതികളും നേരിട്ടറിയുന്നതിന് പാവറട്ടിയിൽ വിശദീകരണ യോഗം നടത്തി. സബ് കളക്ടർ അഖിൽ മേനോൻ, ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ രവികുമാർ വീണ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപനം മൂലം നിലവിൽ പെരിങ്ങാട് പുഴയിലെ ചെളിയും മണ്ണും നീക്കം ചെയ്യാതെ പുഴ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ചെളിയും മണ്ണും നീക്കാനുള്ള അനുമതി പഞ്ചായത്തുകൾക്ക് നൽകണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. പുഴയിലെ ചെളിയും മണ്ണും നീക്കം ചെയ്യാൻ പഞ്ചായത്തുകൾ തയ്യാറാണെന്നും അതിനുവേണ്ടി പ്രത്യേകം ഫണ്ട് വകയിരുത്താമെന്നും യോഗത്തിൽ പങ്കെടുത്ത വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉറപ്പു നൽകി. ഡീനോട്ടിഫിക്കേഷൻ നടപടികൾ പൂർത്തിയായാൽ ഇതിനുള്ള അനുമതി ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും RDO ഉറപ്പു നൽകി. ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും RDO അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ്, വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം OJ ഷാജൻ, തീരദേശ സംരക്ഷണ സമിതി കൺവീനർ ഷൈജു തിരുനെല്ലൂർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനം വടക്കാഞ്ചേരിയിൽ നടന്നു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഓൺലൈനായി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KSSPU ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ സേവിയർ ചിറ്റിലപ്പള്ളി MLA, CPM ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ, DCC സെക്രട്ടറി K അജിത് കുമാർ, BJP നേതാവ് നിത്യ സാഗർ, CGPA ജനറൽ സെക്രട്ടറി TN വെങ്കിടേശ്വരൻ, KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് NT ബേബി, KSSPU ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനം ചൊവ്വാഴ്ച സമാപിക്കും. കാലടിയിൽ വ്യാപാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച് പണം കവർന്ന കേസിലെ പ്രതി കല്ലാടൻ ഗിരീഷിന്റെ രാഷ്ട്രീയ ബന്ധങ്ങളെക്കുറിച്ചും BJP ജില്ലാ നേതാക്കൾ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ആവശ്യപ്പെട്ടു. CPI മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം KG ശിവാനന്ദൻ, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ CC വിപിൻ ചന്ദ്രൻ, PP സുഭാഷ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PB ഖയസ് എന്നിവർ സംസാരിച്ചു. ആ പ്രതിയെ പോലീസ് അന്വേഷിച്ചു. ആ പ്രതിയെ കണ്ടെത്തിയ വാർത്ത കൂടി കേട്ടപ്പോ അതിലേറെ ഞെട്ടലുണ്ടായി. BJPയുടെ ജില്ലാ പ്രസിഡന്റിന്റെ താവളത്തിൽ നിന്നാണ് ആ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,255 രൂപ, പവന് 66,250 രൂപ, വെള്ളി ഗ്രാമിന് 102 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,235 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും.
പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവ 2 രൂപ കൂട്ടി. ഗാർഹിക പാചകവാതക സിലിണ്ടറിന് 50 രൂപ വർദ്ധിപ്പിച്ചു. കൊയ്തെടുത്ത നെല്ല് കൊണ്ടുപോകാതെ മില്ലുകാർ പുല്ലഴിയിലെ കോൾ കർഷകരെ സമ്മർദ്ദത്തിലാക്കുന്നതായി പരാതി. കൊയ്ത്ത് നടക്കുന്നതിനാൽ മഴഭീതിയും നെൽകർഷകരെ ആശങ്കയിലാക്കുന്നു. ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണം സംബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും എതിർകക്ഷികൾക്കുമാണ് നോട്ടീസ് അയച്ചത്. ആറാട്ടുപുഴ തറയ്ക്കൽ പൂരം ചൊവ്വാഴ്ച. ആറാട്ടുപുഴ പൂരം സുരക്ഷാ ഡ്യൂട്ടിക്ക് 1200ഓളം പോലീസുകാരെ വിന്യസിക്കും. പിടിക്കപ്പുറം പാനയോട്ടത്തിൽ 12ഓളം ഗജവീരന്മാർ അണിനിരക്കും. ഇടിമിന്നലിൽ മുണ്ടൂർ പഴമുക്കിൽ പരക്കെ നാശം. 5ഓളം വീടുകളിലെ ഗൃഹോപകരണങ്ങൾ കത്തിനശിച്ചു. മുല്ലശ്ശേരി താണവീഥിയിൽ മരത്തിന്റെ കൊമ്പൊടിഞ്ഞ് ഓട്ടോറിക്ഷയുടെ മുകളിൽ വീണു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.